സംസ്ഥാനത്ത് തൊഴിൽക്ഷമത വർധനയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമെന്ന് മന്ത്രി എം പി രാജേഷ് നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ വാവന്നൂരിൽ നടന്ന ജില്ലാതല തൊഴിൽമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൊഴിൽ മേഖലയ്ക്ക് അനുസൃതമായ നൈപുണ്യം കൈവരിക്കാൻ സാധിക്കണം. സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ രാജ്യത്ത് ബെസ്റ്റ് പെർഫോമറായി ഇത്തവണ കേരളം തിരഞ്ഞെടുക്കപ്പെട്ടു. തൃത്താലയിൽ 2.5 വർഷത്തിനിടയിൽ 4ാമത്തെ തൊഴിൽമേളയാണ് സർക്കാർ മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ തന്നെ ഒരു വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയും വിജ്ഞാനാധിഷ്ഠിത സമൂഹവും നോളജ് എക്കോണമിയും നോളജ് ബേസ്ഡ് എക്കോണമി നോളജ് സൊസൈറ്റി ആക്കി മാറ്റാനുള്ള പരിശ്രമമാണ്. അതിന് പിന്നിലൊരു ശരിയായ കാഴ്ചപ്പാടും ദീർഘവീക്ഷണവുമുണ്ട്. കാരണം കേരളത്തിന്റെ ഏറ്റവും വലിയ ആസ്തി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാസമ്പന്നരായ മനുഷ്യ വിഭവശേഷിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാസമ്പന്നരാണ് എന്നതുകൊണ്ട് തൊഴിൽ കിട്ടില്ല, തൊഴിൽ ക്ഷമതയുള്ളവരാക്കി മാറ്റണം. മാത്രമല്ല ഇന്ന് ലോകത്ത് കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുന്നത് വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയുടെ മേഖലകളിലാണ്. അപ്പൊ അതിന് നമ്മുടെ ചെറുപ്പക്കാരെ പ്രാപ്തരാക്കുക. അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് വിജ്ഞാന തൊഴിൽ ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ കേരള നോളജ് ഇക്കണോമി മിഷനിലൂടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ അധ്യക്ഷനായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി റജീന, കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, പരദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.പി.എം. സക്കറിയ, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ്, പ്ലേസ്മെന്റ് ആൻഡ് റിക്രൂട്ട്മെന്റ് മാനേജർ CIA ആദർശ് മോഹൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ ചന്ദ്രദാസ്, കുടുംബശ്രീ ജില്ലാ മിഷൻ DPMമാരായ AG ഫൈസൽ, K. പ്രിയങ്ക എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല.